ഹലോ ഫ്രണ്ട്സ്, ജുവൽ പൂൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. സാമ്പിൾ വെടിക്കെട്ടിന് ഈ പറഞ്ഞ പോലെ കുഴി കുഴിക്കണതും അതുപോലെ പറമേക്കാവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തിരുവമ്പാടിയും കുഴികൾ കുഴിക്കുന്നത് കണ്ടില്ലേ. സാമ്പിൾ വെടിക്കെട്ടിന് വെടിക്കെട്ട് പൊട്ടിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പകലപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് കുഴി കുഴിച്ചിട്ട് അതിൽ മരുന്ന് നിറയ്ക്കാനുള്ള കുഴികളും അതിൻ്റെ കമ്പി അടിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ തന്നെ സെയിം മോഡലിലാണ് പൊട്ടിക്കുക. അപ്പോൾ അതിൻ്റേതായ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സാമ്പിൾ വെടിക്കെട്ടിന് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു രസമുള്ളൊരു കാര്യമാണ് സാമ്പിൾ വെടിക്കെട്ടിന് കുഴി കാണുന്നത്. ഞങ്ങൾക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ കുഴികളൊക്കെ കാണാൻ. അതെങ്ങനെ കുഴിക്കണേ, എങ്ങനെയൊക്കെ കമ്പി അടിക്കണേന്നൊക്കെ കാണാൻ പോളാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ ജോലിയുടെ ഇടയിൽ നിന്നായാലും കടയിൽ നിന്ന് പോയി അത് കണ്ട് വീഡിയോ ഒക്കെ പിടിച്ച് കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിതാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമ്പിൾ വെടിക്കെട്ടും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂർക്കാരുടെ ഒരു വലിയൊരു ഒരു ആവേശമൊന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു ഒരു 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 കാഴ്ച അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവമാണ് സാമ്പിൾ വെടിക്കെട്ടും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ. തൃശ്ശൂർ റൗണ്ടിലേക്ക് സത്യം പറഞ്ഞാൽ 4 മണിക്ക് ശേഷം കടക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ചുരുങ്ങിയ അത്രയും ആൾക്കാരാണ് പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ തൃശ്ശൂർ വന്നേക്കുന്നത് ഈ വെടിക്കെട്ട് കാണാനും പൂരം കാണാനും. തൃശ്ശൂരിലെ എല്ലാ ഹോട്ടലുകളും ഹൗസ്ഫുള്ളാണ്. കാരണം അവിടെയാണ് നമ്മുടെ ഈ പൂരം നടക്കുന്നത് കാണാനായിട്ട് വന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞേക്കാണ്. ഇതിൻ്റെ ഒരുക്കങ്ങളെന്ന് പറയുന്നത് കുറേ ദിവസം മുന്നേ തുടങ്ങിയ ഒരുക്കങ്ങളാണ്. പക്ഷേ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഈ ഒരുക്കങ്ങൾ ഇന്നാണ് അവർ രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിറയെ എന്താ പറയുക, ഈ വെടിക്കെട്ട് കാണുമ്പോൾ അറിയാം ഇത്രയധികം വെടിക്കെട്ട് സാമ്പിളിന് പൊട്ടുവാണെങ്കിൽ നമ്മുടെ വെടിക്കെട്ട് എന്തായിരിക്കും ഒറിജിനൽ എന്ന്. പക്ഷേ ഇതന്നെ സെയിം വെടിക്കെട്ടാണ് പൊട്ടാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ 2 പേരും വാദിച്ചിട്ടുള്ള പൊട്ടിക്കലാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഒന്നിന് മേധാ മെച്ചം, ഏതാണ് ഫസ്റ്റ് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല. അത്രയും ഗംഭീര വെടിക്കെട്ടാണ് ഇന്നത്തെ വെടിക്കെട്ട്. അപ്പോൾ നമ്മൾ വെടിക്കെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ വെടിക്കെട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെടിക്കെട്ടിൻ്റെ ആ ഒരു രൂപം നമുക്ക് കാണിച്ചു തരാം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഈ കുഴി കുഴിക്കണതും മരുന്ന് വയ്ക്കണതൊക്കെയാണ് ഈ വീഡിയോയുടെ ഫസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. പകൽ നല്ല മുത്തം വെയിലത്താണ് അവർ ഈ കുഴികളൊക്കെ കുഴിക്കണതും മരുന്ന് നിറയ്ക്കണതൊക്കെ. അതൊരു ശരിക്കൊരു രസമാണ്. തൃശ്ശൂർക്കാർക്ക് അതൊരു വലിയൊരു വൈബാണ്. അവരതെന്തായാലും പോയി കാണും. അതിൻ്റെ ആ പൂരപ്രേമികൾക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മരുന്ന് നിറയ്ക്കലും പൊട്ടിക്കലൊക്കെ. ശരിക്കും വെടിക്കെട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വെടിക്കെട്ടിൻ്റെ മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങൾ ആദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഞങ്ങൾ കണ്ടതും വെടിക്കെട്ടും അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പോയത് പോളേട്ടൻ്റെ ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ട്, ജോസഫ് ഏട്ടൻ. അപ്പോൾ ജോസഫ് ഏട്ടൻ്റെ ഒരു ഹോട്ടൽ അവിടെ ഉണ്ട്, കാഞ്ഞുക്കാരൻ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. നമ്മുടെ ഭാരതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മേലെ നിന്നിട്ടാണ് ഞങ്ങൾ ഈ സാമ്പിൾ വെടിക്കെട്ട് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC റൂംസും നോൺ AC റൂംസും ഒക്കെ കിട്ടും. നല്ല ഒരു തൃശ്ശൂരിൻ്റെ റൗണ്ടിൽ മധ്യത്തിലുള്ള ഒരു ഹോട്ടലാണ്. നല്ല എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടലാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ വന്ന് നിൽക്കണം അല്ലെങ്കിൽ കൂടണം എന്നൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അവിടെ റൂമൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് കണ്ടത്. തൃശ്ശൂർ പൂരം ഞങ്ങൾ അവിടെ നിന്നിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഹോട്ടൽ, കാഞ്ഞുക്കാരൻ ഹോംസ്. AC ആൻഡ് നോൺ AC റൂംസ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാരത് ഹോട്ടലിൻ്റെ തൊട്ട് പിന്നിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു 4 നില ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വെടിക്കെട്ട് കണ്ടാലോ.
ഇത് പാറമേക്കാവ് ക്ലിയറാ, പാറമേക്കാവിന്റെ ക്ലിയർ. പാറമേക്കാവ് അടിപൊളിയാ, അടിയിലെ കാണില്ല മാത്രം. പാറമേക്കാവ് അടിപൊളിയായിട്ട് കണ്ടു. അടിയിലത്തെ പൊട്ടി പോണത് മാത്രം, ഓലപ്പടക്കം മാത്രം കണ്ടില്ല. ഒന്നും കാണില്ല. അല്ല, പാറമേക്കാവ് കറക്റ്റ്. തിരുവമ്പാടി ഫിനിഷിങ് മാത്രമേ കിട്ടുള്ളൂ. തിരുവമ്പാടി ഫിനിഷിങ് മാത്രമേ കിട്ടുള്ളൂ. നല്ല ദൂരണ്ടാ അപകടമുണ്ട്. ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ നിൽക്കണം.
ഭാരതിലത്തെ മസാല ദോശ. അലർജി. അതെ. റോസ്മോൾ എപ്പടി സൂപ്പറാ. വെടിക്കെട്ട് കാണാൻ വന്നപ്പോൾ നമുക്ക് മസാല ദോശയും കൂടി. എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് നമ്മൾ പാഴ്സൽ വാങ്ങിക്കണേ അല്ലേ മസാല ദോശ? മമ്മീൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവരും അവര്. ഇങ്ങനെയാണ് വന്നത് നമ്മുടെ മസാല ദോശ. തിങ്കൾ കഴിക്കുന്നില്ല അല്ലേ ഇപ്പൊ? കണ്ടുകൊണ്ട് കഴിക്കുക ഞങ്ങൾ. വെടിക്കെട്ട് കണ്ട് ഫസ്റ്റ് പൊട്ടൽ കഴിഞ്ഞപ്പോൾ കഴിക്കാൻ തുടങ്ങിയത്. തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. കിട്ടില്ലത്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ എന്റെ വിഷയം ഞാൻ കൂട്ടനോടിയാ വണ്ടി ഓടിക്കില്ല പൊട്ടമ്മ. വണ്ടി വഴിയോര കാഴ്ച സൂപ്പറായിരുന്നു കേട്ടോ. തൃശ്ശൂർ നഗരം മൊത്തം ഈ പറഞ്ഞ പൂരത്തിന് ഒരുങ്ങി കഴിഞ്ഞേക്കാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. വഴിയിൽ ഫുൾ അലങ്കാരങ്ങളും പിന്നെ ആൾക്കാർക്ക് വേണ്ട വെള്ളവും ജ്യൂസും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. തൃശ്ശൂർക്ക് വായോ അപ്പം നമുക്കിതൊക്കെ കാണാം. അതുപോലെ എക്സിബിഷനും തുടങ്ങിയിട്ടുണ്ട്. നിറച്ച ആൾക്കാരാണ് രാത്രിയായാലും. ഒരു ഭയങ്കര ഒരു പ്രത്യേകതയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് പിന്നെ വരുന്നവർക്കൂട്ടാ. അപ്പോൾ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റാത്തവർ ഇങ്ങനെ കണ്ടോ, അതല്ലാത്തവർ തൃശ്ശൂർക്ക് വായോ അപ്പം നമുക്ക് സാമ്പിൾ വെടിക്കെട്ട് പൂരമൊക്കെ കാണാം. വഴിയിൽ നല്ല തിരക്കാണ്. അപ്പോൾ അപ്പനോട് വണ്ടി ശ്രദ്ധിച്ചോടിച്ച് കൊണ്ടുപോകുമെന്ന് പറയാൻ റോസ്മോള്. കാരണം വണ്ടി ഞങ്ങൾ 2 ടൂ വീലറിലാണ് പോന്നേക്കണത്. അപ്പോൾ ഈ വണ്ടികൾ നിറച്ചാണ്. അപ്പോൾ ഈ വണ്ടികൾ വരണത് കാണാൻ പേടിയാവാണ്. അത് കണ്ടിട്ട് അങ്ങനെ പറയണത്. നേരം വെളുത്ത പോലെയാണ് തൃശ്ശൂർ റൗണ്ടിൽ ആളുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ സമയമാണ്. അതുപോലെ എക്സിബിഷൻ്റെ ആ ഒരു തിരക്ക് ഭയങ്കരമായിരുന്നു. നമുക്ക് എക്സിബിഷനൊന്നും ഇപ്പോൾ കയറാൻ പറ്റില്ല, അത്രയും തിരക്കാണ്.
അതുപോലെ വഴിയിൽ കണ്ടില്ലേ ചായയും ബജ്ജിയും ജ്യൂസും അതുപോലെ സർവത്ത് എന്താ വേണ്ടത് എല്ലാം ഒരുക്കിയിട്ടുണ്ട് തൃശ്ശൂർ റൗണ്ടിൽ. അതുപോലെ പന്തൽ അടിപൊളിയായിരുന്നു. എല്ലാ പന്തലും ഒന്നിനൊന്നിന് മെച്ചമാണ്, അതുപോലെ തന്നെ കളർഫുള്ളാണ്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും വേണമെങ്കിലും കാണാൻ പോകാമല്ലോ. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പോയി കാണും. അങ്ങനെയാണ് പതിവ്. അത് തന്നെയാണ് ഈ പ്രാവശ്യം കണ്ടത്. നിറയെ ആൾക്കാരായിരുന്നു. വെള്ളം ഒഴുകുന്നത് പോലെയാണ് ആൾക്കാരുകൾ വഴികളിലൂടെ വരണത്. കണ്ടില്ലേ, സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പോണൊരു ഭാഗമാണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം പന്തലും കാണാൻ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമ്പിൾ വെടിക്കെട്ടും പന്തലും നമ്മുടെ തൃശ്ശൂർ റൗണ്ടും എല്ലാം ആണ്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പാൽ സർവത്തും കുടിച്ചു കിട്ടാ. അടിപൊളിയായിരുന്നു. അത് റൗണ്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് കുടിച്ചത്. അപ്പോൾ നമ്മൾ കുടിച്ച സമയത്ത് അത് എടുക്കാനായിട്ട് പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഞങ്ങളത് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വീലറിലാണ് പോയത്. നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. 10-10:30 വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അതിന് ക്ഷീണം എല്ലാവരും മുഖത്തുണ്ട്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരം നേരിട്ട് കാണാം. ഓക്കെ, ബൈ.